നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിപണന മേളയുടെ പ്രമോഷൻ വീഡിയോ പ്രകാശനം ചെയ്തു. കേരള സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് തിരിതെളിഞ്ഞു. കൊല്ലം പത്തനാപുരത്ത് മദ്യപിച്ച് ഡ്യൂട്ടിക്കിറങ്ങിയ പോലീസുകാർക്ക് സസ്പെൻഷൻ. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ച് നടക്കുകയാണെന്നും ഇവർക്കൊക്കെ എന്താണ് ഇത്രയും പറയാനുള്ളതെന്നും നടൻ സലീം കുമാർ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോഷൻ വീഡിയോ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് തിരിതെളിഞ്ഞു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല കേരളോത്സവത്തിന് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് വർണ്ണാഭമായ തുടക്കമാണ് നടന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തിരിതെളിച്ചതോടെയാണ് ഏപ്രിൽ 11 വരെ നീണ്ടുനിൽക്കുന്ന യുവതയുടെ കായികോത്സവത്തിന് സമാരംഭമായത്. കോതമംഗലത്ത് നടക്കുന്ന ഈ വർഷത്തെ കേരളോത്സവം ഒരു ചരിത്രമായി മാറട്ടെ എന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. കോതമംഗലത്ത് ആദ്യമായാണ് സംസ്ഥാനതല കേരളോത്സവം നടക്കുന്നത്. ഇത്തരമൊരു മേളയ്ക്ക് വേദിയാകുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇത്. നോ പറയാം മയക്കുമരുന്നിനോട് ചേർത്ത് പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ കേരളോത്സവം. കൊല്ലം പത്തനാപുരത്ത് മദ്യപിച്ച ഡ്യൂട്ടിക്കിറങ്ങിയ പോലീസുകാർക്ക് സസ്പെൻഷൻ. പോലീസ് കൺട്രോൾ റൂം ഗ്രേഡ് SI സുരേഷ് ലാൽ, ഡ്രൈവർ C മഹേഷ് എന്നിവർക്കാണ് വകുപ്പ് തല നടപടി. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ SP സാബു മാത്യുവാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. നേരത്തെ മദ്യലഹരിയിലുള്ള പോലീസുകാരെ നാട്ടുകാർ തടയുന്നതും പോലീസുകാർ ഇവരെ ജീപ്പ് കൊണ്ട് തള്ളിമാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായ സംഭവം നടന്നത്. രാത്രി പട്രോളിങ്ങിനിടെ വാഹനത്തിലിരുന്ന് മദ്യപിച്ച ഇവരെ നാട്ടുകാർ കൈയോടെ പിടികൂടുകയായിരുന്നു. രാത്രി പട്രോളിംഗ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യലഹരിയിലാണെന്ന് കണ്ടെത്തിയതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞു. എന്നാൽ പോലീസ് ജീപ്പിന് മുമ്പിൽ തടസ്സം നിന്ന യുവാക്കളെ വാഹനം കൊണ്ട് തള്ളി മാറ്റിയ ശേഷം പോലീസുകാർ വേഗത്തിൽ വാഹനം ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ പോലീസ് വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. അന്വേഷണ വിധേയമായാണ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഞാറക്കലിൽ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സമിതി ചെയർമാൻ പോൾ ജെ മമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർദ്ധിക്കുവാനുള്ള കാരണം ഉണ്ടാകുമെന്നും ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ ലഹരി വസ്തുക്കൾ വർദ്ധിച്ച് മക്കൾക്ക് മാതൃകയാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു. ഞാറക്കൽ എക്സൈസ് സിവിൽ ഓഫീസർ ഹർഷ C ദാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. മക്കളെയും സമൂഹത്തെയും നാടിനെയും ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണമെന്നും ഹർഷ C ദാസ് ഓർമ്മിപ്പിച്ചു. ലഹരിക്ക് അടിമകളായ മക്കളെ കൗൺസിലിംഗ് വഴി നേർവഴിക്ക് കൊണ്ടുവരാനാകുമെന്നും അവർ പറഞ്ഞു. സെമിനാറിൽ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് TR ദേവൻ, BJP പ്രതിനിധി മണിയപ്പൻ കണ്ണങ്ങനാട്ട്, അയ്യങ്കാളി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി PK ബാഹുലേയൻ, കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ M രാജഗോപാൽ, ജോണി വൈപ്പിൻ, ഫ്രാൻസിസ് അറക്കൽ, ആന്റണി പുന്നത്തറ, ടൈറ്റസ് പൂപ്പാടി, ബേബി കൃഷ്ണ, റോസിലി ജോസഫ്, ജോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പെൺകുട്ടികൾ മുഴുവൻ റോഡിലൂടെ ഫോൺ വിളിച്ച് നടക്കുകയാണെന്നും
ഇവർക്കൊക്കെ എന്താണ് ഇത്ര പറയാനുള്ളതെന്നും നടൻ സലിംകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇത്രയും ഫോൺ കോൾ ഉണ്ടാവില്ലെന്നും നടൻ പറഞ്ഞു. പുതിയ DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സംഘടിപ്പിച്ച ത്രിവർണോത്സവ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ പറവൂരിൽ നിന്ന് കോഴിക്കോട്ട് വരെയുള്ള യാത്രയിൽ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെല്ലാം ഫോണിൽ സംസാരിച്ചു വരുന്നതാണ് കണ്ടത്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കുണ്ടാവില്ല ഈ തിരക്ക്. പഠിക്കുന്ന പിള്ളേരാണ്, ഒരാളല്ല, എല്ലാവരും ഇങ്ങനെയാണ് നടക്കുന്നത്. ഫോൺ അടിക്കുമ്പോൾ മാറുമോ? അതുമില്ല. ഒന്നാമത് ചെറിയ വഴിയാണ് നമ്മുടേത് എന്നും അദ്ദേഹം പറഞ്ഞു. ആശാവർക്കർമാർക്കുള്ള സമരത്തിൽ സർക്കാരിനെയും സലിംകുമാർ വിമർശിച്ചു. പഴനിയിലും ശബരിമലയിലുമൊക്കെ ചെയ്യേണ്ട പൂജകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് സ്ത്രീകൾ ചെയ്യുന്നതെന്നും മുട്ടിലിഴയുന്നതും തലമുണ്ടനം ചെയ്യുന്നതുമൊക്കെയാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നതുവരെ ശുഭദിനം.